പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇഷ്യൂസ് നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന് കളയാനുള്ള ഒരു സ്റ്റെപ്പ്. ഒത്തിരി നിങ്ങളൊക്കെ റിപ്പോർട്ടുകൾ കണ്ടായിരുന്നു. ഈ ആനകൾ ചത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന് വയറിനകത്ത് കിലോ കണക്കിന് പ്ലാസ്റ്റിക്കുകൾ. നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ വെറൈറ്റീസും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. ലോകത്താകെ 9% പ്ലാസ്റ്റിക്സ് മാത്രമേ റീസൈക്കിളബിൾ പ്ലാസ്റ്റിക് ഉള്ളൂ, ബാക്കി ഒന്നും റീസൈക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എൻവയോൺമെൻറ്റിന് ഹാംഫുള്ളായ സാധനങ്ങൾ പ്രൊഡക്റ്റീവായ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ തീം. കാരണം 5 രൂപയ്ക്ക് പ്ലാസ്റ്റിക് സാധനം വാങ്ങിക്കുന്നിടത്ത് നമ്മൾ ഓൾട്ടർനേറ്റീവ് സാധനം 20 രൂപ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് വാങ്ങിക്കാനൊരു മടി. പിന്നെ എത്ര ഇവരിത് വാങ്ങിക്കും? എക്സിസ്റ്റിംഗ് റീസൈക്ലേഴ്സ് മുഴുവൻ നമ്മുടെ പ്ലാസ്റ്റിക്കിനെ പൊടിച്ചിട്ട് അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഒന്നുകിൽ ഗ്രാനുൾസ് ആക്കും, അല്ലെങ്കിൽ വേറൊരു ബൈ പ്രോഡക്റ്റ് ആക്കും. കൺവെൻഷണൽ ഫസ്റ്റ് ക്ലാസ് സിമെൻറ്റ് ബ്രിക്കിന് ഒരു 30 രൂപ കോസ്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതിന് മാക്സിമം വന്നൊരു 15 രൂപ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ. കാരണം റോ മെറ്റീരിയൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പക്ഷേ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഏരിയയാണ്, ഏറ്റവും ആവശ്യമുള്ള ഏരിയയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് ഞാൻ പറഞ്ഞത് ആ റിട്ടൻഷൻ വാളിൻ്റെ ഒരു ഐഡിയ കൊടുത്തപ്പോൾ അവിടുത്തെ ഫാബ് ലാബിലെ കുട്ടികളാണ് എനിക്കത് ചെയ്തുന്നത്. ഒരു വലിയ ക്ലീൻഡ് ഏരിയക്കകത്ത് ഒരു ചെറിയൊരു വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറൗണ്ട് ഒരു 1 സ്ക്വയർ മീറ്റർ ഏരിയ ആണ് കണ്ടാമിനേറ്റ് ആവുന്നത്. അത് വേൾഡിൽ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെയും പ്രകൃതിയിലെ ജീവികളെ സകല ജീവജാലങ്ങളെയും ഈവൻ ചെടികളെയും എല്ലാവരെയും ബാധിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂസിന് ഒരു എൻഡ് സൊല്യൂഷനാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഏത് പ്ലാസ്റ്റിക് ഹീറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ പോയ്സണസ് ഗ്യാസാണ് വരണം. മെർക്കുറി, ഫ്ലൂറിൻ, അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് ഓട്ടിസം വരുന്ന ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഈവൻ നമ്മുടെ ക്യാൻസർ വരുന്ന രീതിയിലുള്ള എമിഷൻസ് ഇതിനകത്ത് ഉണ്ടാവാം. TMJ സ്പാർക്കപ്പ് സീരീസിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ള എറണാകുളത്ത് ആലുവയിലുള്ള ബയോമാർട്ട് സസ്റ്റൈനബിൾ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ സിഇഒയും ഫൗണ്ടറുമായ രവികൃഷ്ണൻ കക്കിരിക്കനാണ്. ഹലോ സർ. ഇപ്പോൾ ബയോമാർട്ട് കമ്പനി, ഈ കമ്പനിയുടെ പ്രധാന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഒറാങ്ങുട്ടാൻ ബ്രിക്സ് ആണ്. അത് എന്താണ് ഈ ഒറാങ്ങുട്ടാൻ ബ്രിക്സ്? എങ്ങനെയാണ് ആ ഒരു ഐഡിയയിലേക്ക് വന്നത്? ഒറാങ്ങുട്ടാൻ ബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ലോകം ഫേസ് ചെയ്യണ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂ ആണ്. അത് ലോകത്തെല്ലായിടത്തും ഉണ്ട്. ഇവിടെ മാത്രം ഈവൻ അന്റാർട്ടിക്കയിൽ പോലും മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക് ഇങ്ങനെ കൂടാൻ കാരണം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ വെറൈറ്റീസും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. ലോകത്താകെ 9% പ്ലാസ്റ്റിക്സ് മാത്രമേ റീസൈക്കിളബിൾ പ്ലാസ്റ്റിക് ഉള്ളൂ, ബാക്കി ഒന്നും റീസൈക്കിൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക് ഡെയിലി മെട്രിക് ടൺസ് പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ട്രൂ. കാരണം പ്ലാസ്റ്റിക് ഇൻഡസ്ട്രി ഇല്ലെങ്കിൽ ഫുഡ് ഇൻഡസ്ട്രിയും മെഡിക്കൽ ഇൻഡസ്ട്രിയും ഇല്ല. കാരണം അതിനെ റിട്ടേൺ ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ പ്ലാസ്റ്റിക്കിനെ നിരോധിക്കൽ കൊണ്ടൊരു പ്രാക്ടിക്കൽ അല്ല, ബട്ട് അതിനൊരു എൻഡ് സൊല്യൂഷൻ കാണും. അപ്പോൾ ഈവൻ കടലിൻ്റെ അടിയിലാണെങ്കിൽ എവിടെയാണെങ്കിൽ ശരി പലരും നമ്മുടെ ഓഷൻ ക്ലീനപ്പ് സൊസൈറ്റിയൊക്കെ ക്ലീനപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലീനപ്പ് ചെയ്താലും അവർ അതിൽ നിന്ന് ഒരു 8 to 10% സാധനം എടുത്ത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനം എടുത്ത് ബാക്കി സാധനങ്ങൾ പിന്നെ കടലിലേക്ക് ഡംപ് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ കാടുകളിൽ നമ്മൾ ആനകളാണെങ്കിലും മറ്റു മൃഗങ്ങളൊക്കെ ആണെങ്കിലും അത് ഇങ്ങനെ പ്ലാസ്റ്റിക് തിന്നുകൊണ്ട് മരിക്കുക. ആക്ച്വലി പ്ലാസ്റ്റിക്കാന്ന് അറിയില്ല അതിന്, അത് മണത്തിൻ്റെ തിന്നുണ്ടാകും. എൻ്റെ ഇവിടെ ഒരു ഫുഡ് വേസ്റ്റ് ഞങ്ങളൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ആ ഫുഡിൻ്റെ മണം അടിച്ചിട്ട് പിന്നെ കുരങ്ങന്മാരാണെങ്കിൽ ആനകളാണെങ്കിലും പശുക്കളാണെങ്കിൽ തിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വയറ് വീർത്ത് മരിക്കുക. ഒത്തിരി നിങ്ങളൊക്കെ റിപ്പോർട്ടുകൾ കണ്ടായിരിക്കും. ഈ ആനകൾ ചത്തിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അതിന് വയറിനകത്ത് കിലോ കണക്കിന് പ്ലാസ്റ്റിക്കുകൾ. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വെച്ചാൽ എനിക്ക് അതിനൊരു സൊല്യൂഷൻ കാണും. അതിന് മുന്നേ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബദൽ സൊല്യൂഷനായിട്ട് ഞാൻ കോവിഡ് മുമ്പേ ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അത് സ്റ്റാർച്ച് കൊണ്ടുള്ള പ്ലേറ്റ്, സ്പൂണ്, ഫോർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അത് നല്ല രീതിയിൽ ബൂമപ്പായിരുന്നു. എല്ലാ ചാനലുകാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു. നല്ല ബിസിനസ്സൊക്കെ വന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി കോവിഡ് വന്നപ്പോൾ എല്ലാ ബിസിനസ്സിനും ബാധിച്ചോളൂ, ഞങ്ങളുടെ ബിസിനസ്സിനെ ബാധിച്ചു. പിന്നെ കോവിഡിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ പ്ലാസ്റ്റിക് ഇല്ലാതെ പറ്റില്ല. കാരണം PP കിറ്റൊക്കെ നോൺ വോണ കൊണ്ടാണ്. അങ്ങനെ തിരിച്ചു വന്ന മാർക്കറ്റ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞപ്പോഴും ആ ഒരു പർട്ടിക്കുലർ മാർക്കറ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയില്ല. പക്ഷേ ഈ ഒരു പീരീഡിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെന്ന് വെച്ചാൽ ഒരു വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് എല്ലാ മെയിൻ ഇഷ്യൂ, അതും ഒരു ഇഷ്യൂ ആണ്. പക്ഷേ അല്ലാതെ അതും ഒരു ഓൾട്ടർനേറ്റീവ് കൊടുത്തതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. കാരണം 5 രൂപയ്ക്ക് പ്ലാസ്റ്റിക് സാധനം വാങ്ങിക്കുന്നിടത്ത് നമ്മൾ ഓൾട്ടർനേറ്റീവ് സാധനം 20 രൂപ എന്ന് പറയുമ്പോൾ പബ്ലിക്കിന് വാങ്ങിക്കാനൊരു മടി. പിന്നെ എത്ര ഇവരിത് വാങ്ങിക്കും? ദെൻ ഇത് വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് തന്നെ അറൗണ്ട് ഒരു 20-25%. പക്ഷേ ബാക്കിയുള്ള പ്ലാസ്റ്റിക്കുകളുണ്ട്. അപ്പോൾ അതിനെന്തൊരു എൻഡ് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ കോവിഡ് സമയത്ത് എനിക്ക് ആ ബിസിനസ്സിന് പോയെങ്കിലും കൂടി ആ ടൈമിൽ ഞാൻ ഫ്രീ ടൈമിൽ സ്റ്റഡി ചെയ്തു
നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, അവരുടെയൊക്കെ അവിടുത്തെ സയൻറ്റിസ്റ്റുകളൊക്കെ മീറ്റ് ചെയ്തു. കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ കുറേ സയൻറ്റിസ്റ്റുകളെ മീറ്റ് ചെയ്തു. സിപ്പെട്ട്, നമ്മുടെ പാതാളത്തുള്ള സിപ്പെട്ടിലെ ഡയറക്ടേഴ്സ്, അവരൊക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവരൊക്കെ പറഞ്ഞിരിക്കുകയാണെന്ന് വെച്ചാൽ സർട്ടൺ ലിമിറ്റഡ് പ്ലാസ്റ്റിക് ഇതുവരെ റീസൈക്കിൾ ചെയ്യുള്ളൂ, ബാക്കി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഞാൻ നമ്മൾ പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ കിട്ടിയ ഒരു പ്രൊഫസറുണ്ട്, മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ കണ്ടു. പിന്നെ ഇത് എക്സിസ്റ്റിംഗ് റീസൈക്ലിംഗ് കമ്പനികൾ, ഇപ്പം മൈസൂരിൻ്റെ ഒരു കമ്പനി, അവർ ഫ്ലോർ ടൈൽ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നൊയ്റോബിയിൽ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരുടെ റീസൈക്ലിംഗ് പ്രൊസീജിയറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം എല്ലാ പ്ലാസ്റ്റിക്കും അവർ എടുക്കുന്നില്ല. കാരണം സർട്ടൺ ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ പ്ലാസ്റ്റിക്കും റീസൈക്കിൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഇതിനെ കൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് ചിന്തിച്ചത്, ഇതെന്തുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കോവിഡ് സമയത്തുള്ള ഒരു 3 വർഷത്തെ എഫേർട്ടിൽ ഞങ്ങളൊരു ഫോമുല കണ്ടുപിടിച്ചു. അത് വിത്ത് ഇതേ സപ്പോർട്ട് സിപ്പിട്ട് അതുപോലെ കുറേ ആൾക്കാരുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇന്ന സാധനം ഉപയോഗിച്ച് അങ്ങനെ ഒരു കോമ്പിനേഷൻസ് ഒക്കെ എടുത്ത് ഫൈനലി ഞങ്ങളൊരു കോമ്പിനേഷനിൽ എത്തിയിട്ട് ഇപ്പോഴും ഈ ഒറാങ്കുട്ടൻ ബ്രിക്കിൻ്റെ 29.75 MPa സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. അതിൽ മെയിൻ കോമ്പണൻറ്റ് നമ്മുടെ ആരും റീസൈക്കിൾ ചെയ്ത തെർമോക്കോള്, നോൺ വോൺ മെറ്റീരിയൽ, PVC, എണ്ണ ഐറ്റം. എനിക്കുള്ള ഇതെന്ന് വെച്ചാൽ ചാലഞ്ച് എല്ലാ പ്ലാസ്റ്റിക്കും നമ്മൾ എടുക്കണം. ചില ഐറ്റംസ് എടുത്ത് ചില ഐറ്റംസ് എടുക്കാതെ തന്നെ കൊണ്ട് കാര്യമില്ല. ഇപ്പം നമുക്ക് പോളിസ്റ്റർ സാരി, ഏത് ഐറ്റം പിന്നെ നമ്മുടെ എന്ത് ഐറ്റത്തിലും അതിനകത്ത് ഇത്തിരി പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അത് നമ്മുടെ റോ മെറ്റീരിയലാവും. പിന്നെ ഇത് പ്രോസസ്സിംഗ് ആണ് മറ്റൊരു ഇഷ്യൂ. പ്രോസസ്സിങ് സമയത്ത് ജനറേറ്റ് ആവുന്ന എയർ പൊല്യൂഷൻ, എയറിനകത്ത് മൈക്രോ പ്ലാസ്റ്റിക് ആവും. പിന്നെ അതുപോലെ എക്സിസ്റ്റിംഗ് റീസൈക്ലേഴ്സ് മുഴുവൻ നമ്മുടെ പ്ലാസ്റ്റിക്കിനെ പൊടിച്ചിട്ട് അതിനുശേഷം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഒന്നുകിൽ ഗ്രാനുൾസ് ആക്കും, അല്ലെങ്കിൽ വേറൊരു ബൈ പ്രോഡക്റ്റ് ആക്കും. ഈ കഴുകിയ വെള്ളം മുഴുവൻ പോകുന്നത് ലാൻഡ് ഫില്ലിലാണ്. പിന്നെ പല ആൾക്കാരും റോഡ് ടാറിങ്ങിന് വേണ്ടി നമ്മുടെ പെറ്റ് ബോട്ടിൽസ് ഉപയോഗിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട്. പക്ഷേ ഈ വേർ ആൻഡ് ടയറിലും ക്ലൈമാറ്റിക്കിലും വരുന്ന ചേഞ്ചസും കാരണം വെച്ചാൽ ഇതിലെത്തിയിരിക്കുന്ന പ്ലാസ്റ്റിക് എന്ത് ചെയ്യും, മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ട് പൊടിഞ്ഞിട്ട് അത് വെള്ളത്തിലേക്കും പോവും, എയറിലേക്കും പോവും, നമ്മുടെ അൾട്ടിമേറ്റ്ലി നമ്മുടെ ലങ്സിലേക്ക് വരും. ഈ കഴിഞ്ഞ മാസം വന്ന റിപ്പോർട്ടിൽ US ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ വെച്ചാൽ മനുഷ്യൻ്റെ ബ്രെയിനകത്തടക്കം മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത്രക്കും ഓൾറെഡി മുലപ്പാലിലൊക്കെ മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിക്കുന്ന എല്ലാ വെള്ളത്തിലുണ്ട്, മീനെല്ലാം എല്ലാവരും മൈക്രോ പ്ലാസ്റ്റിക് ഉണ്ടെന്നുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തരം പ്ലാസ്റ്റിക് ആണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളതായ കണ്ടുപിടിച്ചൊരു ഫോമുലയുണ്ട്. അതിനകത്ത് കുറച്ച് ആഡ് ഓൺസും ചെയ്ത് ഞങ്ങൾ ബ്രിക്കാക്കി തരും. ഇത് ബ്രിക്കല്ല നിങ്ങൾ പറഞ്ഞ എന്ത് സാധനം ഞങ്ങൾക്കുണ്ട്, പക്ഷേ ബ്രിക്കാക്കി എടുക്കാൻ കാരണം വെച്ചാൽ ഞങ്ങളൊരു ബ്രിക്ക് ഉണ്ടാക്കി ഒരു വാള് പണിത്, അല്ലെങ്കിൽ ഒരു ഓവുചാല് പണിത്, അല്ലെങ്കിൽ സീവേജ് ആണല്ലോ, അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂള് പണിത് അതിൻ്റെ മേലെ ടൈൽ ഒട്ടിച്ച് എല്ലാം അതിന് പെയിൻറ്റിങ് ചെയ്തിട്ടാകുമ്പോൾ ഈ പ്ലാസ്റ്റിക്, പിന്നെ ഈ പർട്ടിക്കുലർ പ്ലാസ്റ്റിക് നമുക്ക് എയറിനെ ടച്ച് ആകുന്നില്ല. അപ്പോൾ ആ പർട്ടിക്കുലർ പ്ലാസ്റ്റിക് എന്നുള്ള മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂസ് ഹ്യൂമൻ ബീയിങ്ങിനില്ല. പിന്നെ എപ്പോഴെങ്കിലും അത് ഡിമോളിഷ് ചെയ്യുമ്പോഴാണ് ദാറ്റ് ക്യാൻ ബി റീസൈക്കിൾഡ്. 9 തവണ വരെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് റീസൈക്കിൾ ചെയ്യണം. 9th ടൈം ആകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കാർബണായിട്ട് മാറും. പിന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ലൈഫ് അറൗണ്ട് അപ് ടു 1000 years ആണ്. നമുക്ക് സ്ട്രോങ് ആയിട്ട് പറയാം 500 years. ഫസ്റ്റ് ഇത് തരാം. പിന്നെ രണ്ടാമത് റീസൈക്കിൾ ചെയ്താൽ അറൗണ്ട് 20-50 years. അങ്ങനെ ഒരു 3-4 തവണ റീസൈക്കിൾ ചെയ്താൽ അറൗണ്ട് 1000 years കൊണ്ടാണ് ഈ പർട്ടിക്കുലർ സാധനം ഇല്ലാതെ ആവണത്. ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ ഒറാങ്കുട്ടൻ ബ്രിക്സ് ഒക്കെ വെച്ച് നമ്മളൊരു വീട് പണിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു 500 കൊല്ലം നമുക്ക് പേടിക്കാതെ ഇരിക്കാം. അതിനകത്ത് വെച്ചാൽ നമ്മുടെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ഫയർ റിട്ടാർഡൻ്റ് ആണ്. ഇപ്പം പലരും ചോദിച്ചിട്ടുണ്ട് ഈ സാധനം തീ പിടിച്ചാൽ എങ്ങനെയെന്നുള്ളത്. ഒരു വീടിന് തീ പിടിക്കാൻ അൺഫോർച്ചുനേറ്റ്ലി ഒരു തീപിടുത്തം വന്നു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫർണിച്ചർ, അതുപോലെ മരങ്ങൾ, ഇതെല്ലാം കത്തിത്തീർന്ന്, പിന്നെ മറ്റ് പ്ലാസ്റ്റിക് എല്ലാ ഐറ്റംസും കത്തിത്തീർന്ന് എഗെയിൻ ടെമ്പറേച്ചർ വരികയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ബിൽഡിംഗ് പണിത് അതിന് പ്ലാസ്റ്റർ ചെയ്യും. അപ്പോൾ ഈ പ്ലാസ്റ്ററിങ് കഴിഞ്ഞിട്ട് ടെമ്പറേച്ചർ ഇതിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഇതിനെ എഫക്റ്റ് ആയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കത്തില്ല ഒരിക്കലും. ഇത് മെൽട്ടായിട്ട് ടാർ ഒരുക്കണ പോലെ താഴത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഒരിക്കലും ഇത് തീ പിടിക്കത്തില്ല, ബട്ട് ഫയർ റിട്ടാർഡൻ്റ് ആണ്. ഒരു ടെമ്പറേച്ചർ ഒരു പരിധി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈവൻ മണ്ണാണെങ്കിലും ബാധിക്കും. പക്ഷെ മണ്ണിൻ്റെ അത്ര റെസിസ്റ്റൻസ് ഇല്ലെങ്കിലും കൂടെ ബട്ട് മറ്റുള്ള എല്ലാ ഐറ്റംസിനെക്കാളും ഒരു 3 times 4 times ഫയർ റെസിസ്റ്റൻസ് ഉള്ളതാണ്. പിന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, ഒരിക്കലും വാട്ടർ ലീക്കേജ് വരത്തില്ല. ഇത് വെച്ചിട്ട് ഇപ്പോൾ സ്വിമ്മിംഗ് പൂളോ അല്ലെങ്കിൽ സീവേജ് ടണലോ എന്ത് പണിതാലും അത് അവിടെ പണിതാൽ പിന്നെ പണിതുപോലെ അവിടെ ഇരിക്കും. കാരണം സ്ട്രെങ്ത് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഉണ്ട്. പിന്നെ ഈ സാധനം ഞങ്ങൾക്ക് റിട്ടൻഷൻ വളമായിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഹെവി ആയിട്ട് ഉള്ള വാട്ടർ ഫ്ലോ ഉള്ള സ്ഥലങ്ങളിൽ അതിനെ നമുക്ക് റിട്ടൻഷൻ വളമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ പർട്ടിക്കുലർ ഡിസൈൻ നമ്മുടെ സ്റ്റാർട്ടപ്പിൽ ഒരു ഫാബ് ലാബ് ഉണ്ട്. അതിൽ അവിടെയുള്ള കുട്ടികൾ ഞാനൊരു ഐഡിയ കൊടുത്തു, അവരുടെ ഐഡിയ ഇൻപുട്ട് ചെയ്തിട്ട് ഇത്ര ഹെവി വാട്ടർ ഫ്ലോ ഇത് വന്നിട്ടാകുമ്പം അത്
ബ്രിക്കിനെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ ആ റിട്ടൻഷൻ വളമായിട്ട് പണിത് കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഹെവി വാട്ടർഫോൾസ് ഉള്ള ഒരു സീവേജ് ടണൽ പണിയണമെങ്കിൽ അവിടെ താഴെ ഒരു ബെൽറ്റ്, കോൺക്രീറ്റ് ബെൽറ്റ് പണിത് ഒരു ഈക്വൽ ഡിസ്റ്റൻസിൽ കമ്പി അങ്ങോട്ട് ഇറക്കി വെക്കുക. ഈ കമ്പിക്കകത്ത് ഈ ബ്രിക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ 4 സൈഡിലും ലോക്കുണ്ട്. അപ്പോൾ ലോക്ക് ചെയ്ത് പിന്നെ അതിന് മേലെ ഒരു കോൺക്രീറ്റ് കൊടുത്ത് സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിൽക്കും, വർഷങ്ങളോളം നിൽക്കും. അപ്പോൾ ദിസ് ഇസ് സ്ട്രോങ്ങർ ദാൻ സിമെൻറ്റ്. പിന്നെ ഒരു സിമെൻറ്റ് നമ്മുടെ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ 10% കോസ്റ്റ് വരുന്നില്ല. പിന്നെ എൻവയോൺമെൻറ്റിനുള്ള ഗുണം. അപ്പം ഇതുകൊണ്ട് നമുക്കൊരു ബിൽഡിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു റെവല്യൂഷൻ വരുത്തുന്നത് ദാറ്റ് ഇസ് സെക്കൻഡറി തിങ്. പക്ഷേ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇഷ്യൂസ് നമ്മുടെ യൂണിവേഴ്സിൽ നിന്ന് കളയാനുള്ള ഒരു സ്റ്റെപ്പ്. ഒറാങ്ങുട്ടാൻ ബ്രിക്ക്, ഒറാങ്ങുട്ടാൻ എന്നുള്ള പേര് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പേരും കൂടെയാണ്, കുരങ്ങന്റെ ഒരു പേരാണ്. അപ്പൊ അങ്ങനെ ഒരു പേര് ഈ ബ്രിക്കിന് കൊടുക്കാനുള്ള കാരണം അല്ല, ആ ഒരു ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടാകുമ്പോൾ അതൊരു ഒരു പർട്ടിക്കുലർ ബ്രിക്ക് മങ്കിയാണ്. അത് എന്ത് തിന്നിട്ടാകുമ്പം അത് പിന്നെ അതിന്റെ ബൈ പ്രോഡക്റ്റ് നമുക്ക് മറ്റൊരു രീതിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഇത് തിയറി വായിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു പേര് ഇതിലേക്ക് ഞങ്ങൾ എടുത്തത്. പ്രോഡക്റ്റ് ആണ് ഇതിന് ആ വേസ്റ്റിന്റെ ബൈ പ്രോഡക്റ്റ് ആണ്. ആ ബൈ പ്രോഡക്റ്റ് തന്നെ എഗെയിൻ നമുക്ക് രണ്ടാമത് അതിനെ കൊണ്ട് മറ്റൊരു ഗുണങ്ങളിൽ എഗെയിൻ നമുക്ക് റീസൈക്കിൾ ചെയ്ത് മാറ്റാം. അങ്ങനെ ഉള്ളൊരു ഇതുള്ളതുകൊണ്ടാണ് അങ്ങനെ പേര് സെലക്ട് ചെയ്തത്. ഇപ്പോ തെർമോകോളും പ്ലാസ്റ്റിക്കും കൂടാതെ ഗ്ലാസും ഗ്ലാസ് വേസ്റ്റ് അത് നമ്മുടെ വേസ്റ്റിനകത്ത് വരുന്ന ഏറ്റവും വലിയ ഇഷ്യൂ. ഇപ്പൊ ഗ്ലാസ് നമ്മൾ കൊടുത്തിട്ട് ഈവൻ ഞങ്ങൾ ബാറിന്നൊക്കെ ഇവർ ആൾക്കാർ ഫ്രഷ് ബോട്ടിലാണെങ്കിൽ അവരെടുത്തോണ്ട് പോകും. ഇത്തിരി അഴുക്കുണ്ട്, അല്ല ഊജാലിൽ വന്നു പൊട്ടിപ്പോയി. നമ്മൾ വീട്ടിൽ തന്നെയാണെങ്കിൽ ഗ്ലാസ് ഒക്കെ പൊട്ടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആകെയുള്ള 3 സെന്റ് 2 സെന്റ് സ്ഥലത്ത് പറമ്പിലിടുക. ഇല്ലെങ്കിൽ ഈ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ ഒരിക്കലും ഗ്ലാസ് വേസ്റ്റ് എടുക്കത്തില്ല. അവരെടുത്താൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഈ സാധനം എന്ന് വെച്ചാൽ ഇതിനെ പൊടിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നോക്കി. അതുകൊണ്ട് സ്ട്രെങ്ത്തിനത് ബാധിക്കുന്നില്ല. അത് ഞങ്ങൾ ഇപ്പം നമ്മുടെ കൺവെൻഷണൽ സിമെന്റ് ബ്രിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് പൂഴി മണൽ ചേർക്കുന്നതിൻ്റെ എഫക്റ്റ് ഈ ചില്ല് പൊടി ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് കിട്ടും. ഓക്കെ. വുഡൻ വേസ്റ്റ് മുഴുവൻ നമുക്ക് കത്തിച്ച് കളയാൻ റീസൈക്കിൾ ചെയ്യാൻ പറ്റും. മെറ്റൽ വേസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത ഐറ്റംസ് ആണ് പ്ലാസ്റ്റിക്കും ഗ്ലാസും. ഈ 2 സാധനവും നമ്മുടെ പ്രോഡക്റ്റിന്റെ റോ മെറ്റീരിയൽ ആണ്. ഓക്കെ. ഇതിപ്പോ റോ മെറ്റീരിയൽ ഒരുമിച്ചൊക്കെ വന്നാലും ഇത് തരംതിരിച്ച് ഒരുമിച്ച് തന്നെ കിട്ടിയാൽ കുഴപ്പമില്ല. നമുക്ക് പ്രോസസ്സിങ്ങിന് ഓരോ ഫോർമുലയുണ്ട്. അത് ഇന്ന ഐറ്റം ഇന്ന ടെമ്പറേച്ചറിൽ ആദ്യം 2 അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്യും. പക്ഷെ നമുക്ക് കസ്റ്റമർ സെഗ്രിഗേറ്റ് തരണമെന്നല്ല. പക്ഷെ അതിനകത്ത് ഫുഡ് വേസ്റ്റ് ഉണ്ടാവരുത്. കാരണം വെച്ചാൽ ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്യാനുള്ള എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അത് മാത്രമല്ല ഇതിന് നമ്മുടെ ടെമ്പറേച്ചറിന് അത് ബാധിക്കും. പിന്നെ അതിനകത്ത് വുഡൻ പീസ് ഉണ്ടാവരുത്. വുഡൻ പീസ് എന്താണെന്ന് വെച്ചിട്ടാകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ കണ്ണപ്പെടാതെ വുഡൻ പീസ് ഇതിനകത്ത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വീണ് പോയി കഴിഞ്ഞാൽ ആ വുഡ് ഇരിക്കുന്ന ഏരിയയിൽ കുറച്ച് കഴിയുമ്പോൾ വുഡ് ദ്രവിക്കും. അപ്പോൾ ഈ സ്ട്രെങ്ത്തിന് അത് ബാധിക്കും. പിന്നെ മെറ്റൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ വെച്ചാൽ ഇതിൻ്റെ പൊടിക്കണ ഇതിൻ്റെ ബ്ലേഡ് കട്ടായി പോകും. അപ്പോൾ നമ്മൾക്ക് സാധനം കിട്ടിക്കഴിഞ്ഞാൽ വുഡൻ വേസ്റ്റും മെറ്റൽ വേസ്റ്റും മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്ലീനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇത്ര അഴുക്കും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഇഷ്യൂ അല്ല. ഒരു 20% മണൽ ഇതിലുണ്ടെങ്കിലും ഇതിൻ്റെ സ്ട്രെങ്ത്തിന് വായിക്കും. ഞങ്ങൾ 40% മണൽ ചേർത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതുപോലെ ഫ്ലൈ ആഷ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ദെൻ നമ്മുടെ കൺവെൻഷണൽ മണൽ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. സിമെൻറ്റ് മിക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് ഫൈനലിയാണ് ഞങ്ങൾ ഈ ഒരു കോമ്പിനേഷനിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങളുടേതായ ഒരു ആഡ് ഓൺ ഇതാണ് ചെയ്യുന്നത്. അത് എക്സ്പെൻസീവ് അല്ല, ഇൻഎക്സ്പെൻസീവായ ഇതാണ്. ഇപ്പം നമ്മളൊരു സിമെൻറ്റ് ബ്രിക്ക്, ഒരു കൺവെൻഷണൽ ഫസ്റ്റ് ക്ലാസ് സിമെൻറ്റ് ബ്രിക്കിന് ഒരു 30 രൂപ കോസ്റ്റ് വാങ്ങിക്കുന്നതാണെങ്കിൽ ഇതിന് മാക്സിമം വന്നൊരു 15 രൂപ ഇൻക്ലൂഡിങ് ട്രാൻസ്പോർട്ടേഷൻ. കാരണം റോ മെറ്റീരിയൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണതാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ലേബറും മറ്റുള്ള മെയിൻ്റെനൻസ് മെഷീനറി എക്സ്പെൻസ്, ബാങ്ക് ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ വന്നാൽ ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് 1/3 ഓഫ് സിമെൻറ്റ് ബ്രിക്കിൻ്റെ കോസ്റ്റ്. ഇല്ല, ഹാഫ്, മാക്സിമം വന്നാൽ ഹാഫ് ദ പ്രൈസ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വീടോ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഒക്കെ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റിനെ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും. പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഈ വെള്ളം ഒലിപ്പുള്ള ഏരിയയിലൊക്കെയാണ്, ഇപ്പോൾ ഫോർട്ട് കൊച്ചി പോലത്തെ അങ്ങനെ വെള്ളം കണ്ടമാനമുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ ഇത് വെച്ച് പണിതാകുമ്പോൾ ഒരിക്കലും വീർപ്പം മുറിക്കകത്തേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ മെയിൻ്റെനൻസും ഫ്രീ ആണ്. ഇപ്പൊ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ഇഷ്ടിക, ഹോളോ ബ്രിക്സ് ഇതിനെ ഒരു റീപ്ലേസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ അതിനോടും ഒരു ഇപ്പോൾ ഇഷ്ടികയാണ് ഹോളോ ബ്രിക്സിനെക്കാളും നല്ല റിലയബിലിറ്റി ഫാക്ടേഴ്സ്. ഇതിന്റെയൊക്കെ ഒരു റിലയബിലിറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒറാങ്ങുട്ടാൻ ബ്രിക്സിന്റെ റിലയബിലിറ്റി ഇപ്പൊ നല്ല നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അതിനെങ്ങനെയാണ് എന്താ പറയുക ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുക? ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുക വെച്ചാൽ അതൊരു ചാലഞ്ചിങ് ആണ്. പക്ഷെ ഇപ്പം മണ്ണിന്റെ കട്ട എടുത്തു കഴിഞ്ഞാൽ ഈ ഈർപ്പുള്ള സ്ഥലത്ത് കഴിഞ്ഞിട്ട് അവിടെ ഫംഗസ് ഇഷ്യൂസ്
വരുന്നുണ്ട്. പിന്നെ അത് ഹോളോ ബ്രിക്ക് ആണെങ്കിലും അതിൻ്റെ സ്ട്രെങ്ത് തന്നെ ഇപ്പോൾ സിമെൻറ്റ് ബ്രിക്കിനേക്കാളും നമ്മുടെ മഡ് ബ്രിക്കിനെക്കാട്ടും 3 times സ്ട്രെങ്ത് ഇതിനകത്തുണ്ട്. പിന്നെ വാട്ടർ നമ്മുടെ വെള്ളം അബ്സോർബ് ചെയ്യില്ല. ഇതിപ്പോൾ ഈ കട്ട നിങ്ങൾ എത്ര വർഷം നിങ്ങൾ വെള്ളത്തിലിട്ടിട്ടും ഈ പർട്ടിക്കുലർ ബ്രിക്ക് വെള്ളം അബ്സോർബ് ചെയ്യില്ല. സിമെൻറ്റ് കട്ടയാണെങ്കിലും വെള്ളം അബ്സോർബ് ചെയ്യും, അതുപോലെ മഡ് കട്ടയാണെങ്കിലും വെള്ളം അബ്സോർബ് ചെയ്യും. പിന്നെ സ്ട്രെങ്ത് വൈസും ഇത് ഹെവിയാണ്. പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് പ്ലാസ്റ്ററിങ് ആണ്, സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ആണ്, സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യാം. അതിൻ്റെ മേലെ ടൈൽ ഒട്ടിക്കാം. ദെൻ അതിൻ്റെ മേലെ ഒന്ന് ഇത് എക്സ്പെൻസ് കുറക്കണമെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയി ഒന്ന് പുട്ടി അടിച്ച് പെയിൻറ്റ് അടിച്ചിട്ടാകുമ്പോൾ ഇറ്റ് വിൽ ലാസ്റ്റ് ഫോർ 60-70 years. അതായത് പെയിന്റ് എത്ര ലൈഫ് ടൈം തരുന്നോ അത്രയും ലൈഫ് ടൈമിൽ ഈ പെയിന്റ് അതിനകത്ത് ഇരിക്കും. അതുവരെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പ്രൊഡക്ഷനിൽ ഈ ബ്രിക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ടോ? അത് ഓഫ് കോഴ്സ് ഇതിനകത്ത് ഉണ്ടാവും. അതായത് നമ്മൾ ആദ്യം ഈ പ്ലാസ്റ്റിക്കുകൾ പൊടിക്കുന്ന സമയത്ത് എയർ പൊല്യൂഷൻ വരും. ആ എയറിനകത്ത് ഇതിൻ്റെ കൂടെയുള്ള മണ്ണിൻ്റെ പൊടികളും അതുപോലെ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ കയറി വരും. അത് ഞങ്ങൾ പൊടിക്കുന്ന സ്ഥലത്ത് ഹെവി ഡ്യൂട്ടി ഇൻഡസ്ട്രിയൽ സക്കറുണ്ട്. ആ സക്കർ ഉപയോഗിച്ചിട്ട് ഇത് പൊടിക്കുന്ന സമയത്തുള്ള പൊടി ഞങ്ങൾ സക്ക് ചെയ്തിട്ട് എക്സ്ട്രൂഷൻ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പൊടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പൊല്യൂഷനെ ഞങ്ങൾ സക്കർ ഉപയോഗിച്ചിട്ട് എക്സ്ട്രൂഷൻ മെഷീനിൽ ഡയറക്റ്റ് മാറ്റും. പിന്നെ എക്സ്ട്രൂഷൻ ടൈമിൽ ഒന്നും വരുന്നില്ല. പക്ഷേ എക്സ്ട്രൂഷൻ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഈ ഹീറ്റ്, പ്രത്യേകിച്ച് ഏത് പ്ലാസ്റ്റിക് ഹീറ്റപ്പ് ചെയ്തിട്ട് നമ്മൾ പോയ്സണസ് ഗ്യാസാണ് വരണം. മെർക്കുറി, ഫ്ലൂറിൻ, അങ്ങനെ ഒത്തിരി കുട്ടികൾക്ക് ഓട്ടിസം വരുന്ന ഡേഞ്ചറസ് സിറ്റുവേഷനിൽ ഈവൻ നമ്മുടെ ക്യാൻസർ വരുന്ന രീതിയിലുള്ള എമിഷൻസ് ഇതിനകത്ത് ഉണ്ടാവാം. ഈ എമിഷൻസിനെയാണ് ഞങ്ങൾ ആദ്യം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് ഫിൽട്ടർ ചെയ്യണത്. അത് ഉപയോഗിക്കണം നമ്മുടെ ONGC അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ റിഫൈനറിലേക്ക് ഉപയോഗിക്കണ കൂളിഫൈൻ ടെക്നോളജി ഉപയോഗിക്കണം. ഇതിനകത്ത് വരുന്ന എയറിനെ മുഴുവൻ എടുത്തിട്ട് കൂളിഫൈൻ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനെ ഇനേർട്ട് ഗ്യാസാക്കി മാറ്റേണ്ട. അത് കൂളിഫൈൻ ടെക്നോളജിയിൽ ഓട്ടോമാറ്റിക്കലി അത് ബേസ് ഡീസലായിട്ട് കിട്ടും. അപ്പോൾ ഞങ്ങളൊരു 1000-2000 കിലോ 3000 കിലോ ഞങ്ങളിത് പ്രോസസ് ചെയ്യുന്ന സമയത്ത് ഈ നമുക്ക് കിട്ടുന്ന ഒരു 100 മില്ലി 200 മില്ലോ ബേസ് ഡീസൽ കിട്ടും. പക്ഷേ ഇറ്റ്സ് എ പോയ്സണസ് തിങ്. അപ്പോൾ ഒരു കാരണവശാലും ഒരു തരി പോലും ഗ്യാസ് പുറത്തോട്ട് പോകാത്ത, പോയ്സണസ് ഗ്യാസ് പുറത്തു പോകാത്ത രീതിയിലുള്ള മിഷനറി സെറ്റപ്പാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ മുറിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് റീസൈക്കിൾ എന്ന് പറഞ്ഞിട്ടും ഈ മുറിയിൽ വെച്ച് റീസൈക്കിൾ നിങ്ങൾ എങ്ങനെ ടെസ്റ്റ് ചെയ്താലും ഇതിനകത്ത് എയർ പൊല്യൂഷനോ വാട്ടർ പൊല്യൂഷനോ സോയിൽ പൊല്യൂഷനോ ഇല്ലാത്ത രീതിയിലുള്ള പ്രോസസ്സിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം അല്ലാതെ പറ്റൂല, അല്ലെങ്കിൽ നമ്മൾ ഈ കൺസെപ്റ്റ് പ്രാക്ടിക്കൽ ആവില്ല. സസ്റ്റൈനബിലിറ്റി എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് എൻവയോൺമെന്റിന് ഹാംഫുൾ ആയ സാധനങ്ങൾ പ്രൊഡക്റ്റീവായ ലെവലിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ തീം. പ്രാക്ടിക്കലി ഇറ്റ് ഇസ് പ്രൂവൺ. ഇപ്പൊ ഒരു കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി, അത് കൂടാതെ വേസ്റ്റ് മാനേജ്മെന്റ് ഇൻഡസ്ട്രി, അപ്പൊ ഈ ഒരു 2 ഇൻഡസ്ട്രിയിൽ പ്രധാനമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ആ ഒരു കാറ്റഗറിയിലാണ്. ഇതിൽ എന്ത് തരത്തിലുള്ള ഒരു റെവല്യൂഷൻ ആയിരിക്കും ബയോമാർട്ടിന് ഉണ്ടാക്കാൻ സാധിക്കുക? മാത്രമല്ലാണ്ട് അതിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ഇമ്പാക്ട് എന്താ? റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെവി ആയിട്ടുള്ള റെവല്യൂഷൻ. അതായത് വേൾഡിൽ തന്നെ നമ്മുടെ എൻവയോൺമെൻറ്റിനെയും പ്രകൃതിയിലെ ജീവികളെ സകല ജീവജാലങ്ങളെയും ഈവൻ ചെടികളെയും എല്ലാവരെയും ബാധിക്കുന്ന മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂസിന് ഒരു എൻഡ് സൊല്യൂഷനാണ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ബിൽഡിംഗ് ഇൻഡസ്ട്രിയിലുള്ള കോസ്റ്റ് കുറക്കാം. ബിൽഡിംഗ് ഇൻഡസ്ട്രി നമ്മൾ ഈ പറഞ്ഞ ഈ സിമെൻറ്റ് ബ്രിക്ക് എല്ലാവരും എടുക്കണം എന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ ഹെവി ആയിട്ടുള്ള വെള്ളം ഇറങ്ങി വരുന്നത് ഇപ്പോൾ വലിയ ഫ്ലാറ്റുകളൊക്കെ പണിയുന്ന സമയത്ത് ആ മഴ വരുന്ന ആ ഏരിയ, ആ ചുമര് എപ്പോഴും ലീക്കാവും. ലെറ്റ് ദം യൂസ് ഈ ബ്രിക്ക് അവിടെ യൂസ് ചെയ്തോട്ടെ. ഇല്ല ബാത്റൂം പണിയുമ്പോൾ മിക്ക ബാത്റൂമിൽ വാട്ടർ ലീക്കേജ് വരുന്നുണ്ട്, അത് വെച്ച് പണിതോട്ടെ. ഇല്ല സ്വിമ്മിംഗ് പൂള്, ഇല്ല സീവേജ് ടണൽ, അല്ലെങ്കിൽ പിന്നെ മറ്റ് ഓവുചാലുകൾ, അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾ പണിതാൽ തന്നെ ഇത് ഭയങ്കര എഫക്റ്റീവാണ്. കാരണം അതിൻ്റെ കോസ്റ്റ് നമ്മുടെ കൺവെൻഷണൽ മെത്തേഡിൻ്റെ ഒരു 10% കുറയും. അവിടെ 1 ലക്ഷം ചിലവാക്കുന്ന സമയത്ത് ഇവിടെ 10,000 ആവും ആ ഏരിയയിൽ. നമ്മൾ ബിൽഡിങ്ങിനെ കുറിച്ച് പറഞ്ഞേക്കെ, ബിൽഡിങ്ങിൽ നമുക്കൊക്കെ ഉണ്ട്, നമുക്ക് സിമെൻറ്റ് ബ്രിക്ക് ഉണ്ട്, അതുപോലെ മഡ് ബ്രിക്ക് ഉണ്ട്. പക്ഷെ മഡ് ബ്രിക്കിനും സിമെൻറ്റ് ബ്രിക്കിനും കൺവെൻഷണൽ മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ഏരിയയാണ് ഈ സ്വിമ്മിംഗ് പൂള്, അതുപോലെ സീവേജ് ടണൽ, സെപ്റ്റി ടാങ്കൊക്കെ. എല്ലാം യൂസ് ചെയ്തേ. അപ്പോൾ അതൊരു ഹെവി ആയിട്ട് കോസ്റ്റ് റിഡക്ഷനുമാണ്. ഞങ്ങളിപ്പോൾ ഇതുവരെയുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് റീസൈക്കിൾഡ് പ്രോഡക്റ്റിനെ കൊണ്ട് ഇഷ്യൂസ് ഉണ്ട്. ഞാൻ പറയാം, ടാറിങ്ങിന് ഉപയോഗിച്ചിട്ടാകുമ്പോൾ അത് 6 മാസം കൊണ്ട് വേറെ ടയറിൽ മൈക്രോ പ്ലാസ്റ്റിക് കയറും. ഫ്ലോർ ടൈൽ ആ വേറെ ടയറിലും ക്ലൈമാറ്റിക് ചേഞ്ചിലും അത് മൈക്രോ പ്ലാസ്റ്റിക് കൺവേർട്ട് ആകുന്നുണ്ട്. ഈവൻ ഇവിടേക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ നേരത്തേക്ക് ഉപയോഗിച്ചിട്ട് പൂച്ചട്ടികൾ ആ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കാണ്. 3 കൊല്ലം കൊണ്ട് പൊടിഞ്ഞ് മൈക്രോ പ്ലാസ്റ്റിക്കാണ് ഞങ്ങൾ പറമ്പിലേക്ക് തന്നെ വരിക. പക്ഷേ ഈ പർട്ടിക്കുലർ സാധനത്തിനെ കൊണ്ട് ഒരിക്കലും മൈക്രോ പ്ലാസ്റ്റിക് ഇഷ്യൂസ് വരില്ല എന്നുള്ളതാണ് നമ്മളത് ചാലഞ്ചാക്കി എടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് പ്രൂവൺ. ഓക്കെ. അപ്പോൾ നമ്മളൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് വരുമ്പോൾ പ്രത്യേകിച്ച് പല ചലഞ്ചസും ഫേസ് ചെയ്യും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്കെപ്റ്റിസിസം വല്ലാത്ത ചലഞ്ച്, ആൾക്കാർ ഇതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും. ഇതുകൂടാതെ തന്നെ ഈ ഒരു ജേർണിയിൽ ഈ ഒരു കമ്പനിയുടെ ഇൻക്യുബേഷൻ തൊട്ട് ഇപ്പൊ സ്റ്റാർട്ടപ്പ് പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കാൻ പോകുന്നു. ഈ ഒരു ജേർണി തന്നെ പല ചലഞ്ചസും ഫേസ് ചെയ്തിട്ടുണ്ടാവും.
അപ്പൊ അതൊക്കെ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെ ചലഞ്ചസ് ആണ് ഇത് കൂടാതെ, ഈ സ്കെപ്റ്റിസിസം കൂടാതെ വേറെ എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടായിരുന്നു? അത് മെയിനായിട്ട് എന്താ വെച്ചിട്ടാകുമ്പോൾ ഒരുമാതിരി ഈ വേസ്റ്റ് പെറുക്കി എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എൻ്റെ ഒരു എല്ലാവരും ഇത് ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഇതാ പെറുക്കി, ഇത് അവൻ എല്ലാ പണിയും അതാക്കി അവനെ വട്ടാണ്, അവന് വട്ടായിട്ട് പ്ലാസ്റ്റിക് പെറുക്കി നടക്കുന്നുണ്ടെന്ന് എൻ്റെ സുഹൃത്തുക്കൾ അടക്കം ഞാൻ കേൾക്കാതെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടപ്പിലാണെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ, നമ്മുടെ പ്രത്യേകിച്ച് KSUM കേരള സ്റ്റാർട്ടപ്പ് ഇന്ത്യ, തുടക്കത്തിൽ അവർക്കൊരു വ്യക്തമായ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇതെങ്ങനെ നടക്കും, ഇത് വയബിൾ ആണോ, പ്രാക്ടിക്കൽ ആണോ, ഇയാൾ മണ്ടൻ ഐഡിയ എന്നുള്ളത് ഉണ്ടാവും അവർ. പക്ഷെ അതിനടുത്ത് അത് ചോദിച്ചില്ല. പക്ഷെ അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങളിപ്പോൾ ചോദിച്ച കുറേ റിട്ടൻഷൻസ്, അതുപോലെ പിന്നെ തീ പിടിക്കുമോ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഇത് നിങ്ങളുടെ നിന്നും വന്നിട്ടുണ്ട്, സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ നിന്നും വന്നിട്ടുണ്ട്, അതുപോലെ പൊല്യൂഷൻ കൺട്രോൾ. അവരാകെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ നിന്നുണ്ടാകുന്ന പോയ്സണസ് ഗ്യാസ് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത്. അവർക്ക് കാരണം അതാണ് അവരുടെ ജോലി. അവരുടെ ഗൈഡ് ലൈൻസിലാണ് ഞാൻ ഈ പ്രോസസ്സ് മുഴുവൻ ചെയ്തത്. അപ്പോൾ പലരുടെയും എടുക്കുന്ന ഇൻപുട്ട് എടുത്തിട്ട് ഞങ്ങളുടെയും കൂടി ഇൻപുട്ട് എടുത്തിട്ട് ഒരു ഫൈനൽ പ്രോഡക്റ്റാണിത്. ഇപ്പം അവർ കൺവിൻസ്ഡ് ആയി, ഓക്കെ ഇറ്റ് ഈസ് വയബിൾ, ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. ഇനി അവരുടെ സൈഡിൽ നിന്ന് നമുക്ക് കുറേ ഇപ്പം അവർ ഒരു ഐഡിയേഷൻ ഗ്രാൻഡ് ഞങ്ങൾക്ക് പാസ്സാക്കി വെച്ചിട്ടുണ്ട്. അത് കിട്ടിയില്ല, അതിന് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മുടെ ലോകം ഫേസ് ചെയ്യണ, അതായത് ഇന്ത്യയോ കേരളമോ മാത്രമല്ല, കൊച്ചിയോ മാത്രമല്ല, ലോകം മൊത്തം ഫേസ് ചെയ്യണ വല്ലാത്തൊരു വിഷയം. ഇപ്പോൾ പല രാജ്യങ്ങളും അല്ലെങ്കിൽ പല നഗരങ്ങളും ഇതിനെ വളരെ എഫക്റ്റീവായിട്ട് ഇതിനെ ടാക്കിൾ ചെയ്യുന്ന സൊല്യൂഷൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വേസ്റ്റ് മാനേജ്മെന്റും ഈ ബയോമാർട്ടിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കേരളം അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ എവിടെയാണ് നിൽക്കുന്നത്? നമ്മൾ ഈ ഒരു കാര്യത്തിൽ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ കാര്യത്തിൽ എത്രത്തോളം എന്താ പറയുക ഒക്യുപ്പൈഡ് ആണ്, അല്ലെങ്കിൽ എത്ര നന്നായിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്? അതിന്റെ ഒരു അവസ്ഥ എന്താണ്? അതിനെങ്ങനെയാണ് വിലയിരുത്തുന്നത്? അത് ഞങ്ങൾ എന്താ പറയുക വെച്ചിട്ടാകുമ്പോൾ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ പ്രാക്ടിക്കലായിട്ടുള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സിറ്റിക്കകത്തുള്ള പ്ലാസ്റ്റിക് മുഴുവൻ എടുത്തിട്ട് ആൾക്കാർ കാണാത്ത സ്ഥലത്ത് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളതല്ലാണ്ട് വേറെ അവരെ സംബന്ധിച്ച് ഓരോ ഓൾട്ടർനേറ്റീവ് ഇല്ല. കാരണം ഇതിൽ ഹൈവേയിൽ പ്ലാസ്റ്റിക്കുകൾ മാത്രമേ റീസൈക്ലിംഗ് കമ്പനികൾ എടുക്കുകയുള്ളൂ, ബാക്കി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. അത് മേ ബി ഇൻ ദ ലാൻഡ് ഫില്ലായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഴി മൂടലായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആരും കാണാതെ ഇപ്പോൾ സമുദ്രത്തിൽ തള്ളുന്ന പരിപാടി. പക്ഷെ നമ്മുടെ ആൾക്കാർ തള്ളുന്നതല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ബട്ട് നേരത്തേക്ക് ചെയ്തിട്ടുണ്ട്, പല രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറേ കൺട്രോളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പൊല്യൂഷൻ ഇത് വന്നത്. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ അടുത്ത ജനറേഷന് ഒരു എഡ്യൂക്കേഷൻ നമ്മൾ കൊടുക്കണം. എന്താണ് പ്ലാസ്റ്റിക്കിന് എന്തുകൊണ്ട് ഞങ്ങൾ ഇത്ര പിന്നെ ഹാംഫുള്ളാന്ന് പറയണു, അതുകൊണ്ട് ദോഷഫലങ്ങളെക്കുറിച്ച് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലുള്ള ക്ലാസ്സുകൾ കൊടുക്കുക, എന്തെങ്കിലുമൊക്കെ ക്യാമ്പയിൻ നടത്തുക, കോമ്പറ്റീഷൻ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞങ്ങളിപ്പോൾ ഒരു പഞ്ചായത്ത് റെഡിയാണെന്ന് വെച്ചോ, ഞങ്ങളൊരു മിഷനറി ഇൻസ്റ്റാൾ ചെയ്യാൻ പഞ്ചായത്ത് റെഡിയാണെങ്കിൽ ആ മിഷനറി കോസ്റ്റ് വന്നിട്ട് പഞ്ചായത്തിൻ്റെ സ്ഥലത്ത് മിഷനറി ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് വരുന്ന പ്ലാസ്റ്റിക് ഇന്ന് തന്നെ റീസൈക്കിൾ ചെയ്ത് മാറ്റി അവർക്ക് സ്റ്റോക്കിങ്ങിൻ്റെ പ്രശ്നം വരുന്നില്ല, ആ പർട്ടിക്കുലർ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഇത് വരുന്നില്ല. ദെൻ ആ പർട്ടിക്കുലർ ഒരു പഞ്ചായത്തിനെ ഞങ്ങൾ നോഡൽ പഞ്ചായത്തായിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിനകത്തുള്ള എല്ലാ വാർഡ് മെമ്പേഴ്സിനും പിന്നെ പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ അതുപോലെ റെസിഡന്റ് അസോസിയേഷൻ്റെ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്തിട്ട് അവനവൻ്റെ പറമ്പിൽ കിടക്കുന്ന പ്ലാസ്റ്റിക്കുകൾ അവനവൻ തന്നെ പെറുക്കിയിട്ട് ഞങ്ങൾ റീസൈക്കിൾ. അപ്പം ആദ്യം നിങ്ങളെ വീട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അവനവൻ്റെ വീട് ക്ലീൻ ചെയ്യാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. എന്ത് പ്ലാസ്റ്റിക് ആണെങ്കിൽ എന്ത് സാധനം ഞങ്ങൾ അടുത്ത് കൊണ്ടുവരും, ഞങ്ങൾ റീസൈക്കിൾ. അപ്പം എന്ത് ചെയ്യും, ഒരു മാസത്തെ ഡ്രൈവിൽ ഓരോ വീടിൻ്റെ പറമ്പിൽ ക്ലീനായി. പിന്നെ ഇരിക്കേണ്ട പബ്ലിക് ഏരിയ പഞ്ചായത്ത് ചെയ്യും. പഞ്ചായത്തിന് ഞങ്ങൾക്ക് വേണ്ടുന്ന ഗൈഡ് ലൈനോ സപ്പോർട്ടുകളോ നമ്മൾ കൊടുത്തിട്ട്, അതായത് ഒരു പഞ്ചായത്ത് ഞങ്ങൾ നോഡൽ പഞ്ചായത്ത് എടുത്തിട്ട് ആ പഞ്ചായത്തിലെ മൊത്തം വീടുകളും കായലും കടലും മീൻസ് ആ ഏരിയ പബ്ലിക് ഏരിയ മുഴുവൻ പ്ലാസ്റ്റിക്കിനൊന്ന് റിമൂവ് ചെയ്തിട്ട് 100% പ്ലാസ്റ്റിക് ഫ്രീ പഞ്ചായത്താക്കി മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ട്. അതും നമ്മുടെ ഗവൺമെൻറ് കുറേ പോളിസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരത് കൺവിൻസ് ചെയ്യിക്കണം. അവരൊക്കെ റെഡിയാണെങ്കിൽ വി ആർ റെഡി ടു ഡു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത് മറ്റ് പഞ്ചായത്തുകാർ ഒന്ന് അന്വേഷിക്കും. അപ്പോൾ അവരും അത് ഇതിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യും. അങ്ങനെ ഇത് നമുക്കൊരു ഫ്ലറിഷ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മറ്റ് സ്റ്റേറ്റുകൾ ഫോളോ ചെയ്യും, മറ്റ് രാജ്യക്കാർ ഫോളോ ചെയ്യും. ഇപ്പോഴത്തെ യുനെസ്കോയ്ക്കൊക്കെ ഒത്തിരി ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകളൊക്കെ പഞ്ചായത്തുകൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ഈ വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കൺസ്ട്രക്ഷന് പുറമെ ഈ ആർട്ട് അല്ലെങ്കിൽ ഡിസൈൻ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയിലൊക്കെ ഈ നമ്മുടെ ഒറാങ്ങുട്ടാൻ ബ്രിക്സ് അവിടെ എന്ന് വെച്ചിട്ടാകുമ്പോൾ ആ ചില ഡിസൈനുകൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു രൂപങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ എല്ലാ തരം പ്ലാസ്റ്റിക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബ്രിക്ക് ആണെങ്കിൽ 100% പ്ലാസ്റ്റിക് ഉപയോഗിക്കാം. അപ്പോൾ പർട്ടിക്കുലർ ചില പ്ലാസ്റ്റിക്കുകൾ പക്ഷേ LDP പെട്ട് അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾ പറയുന്ന കസ്റ്റമർ പറയുന്ന രൂപങ്ങൾ ഉണ്ടാക്കി അതിനെ നമ്മൾ കവറപ്പ് ചെയ്യണം. അത് സ്പ്രേ പെയിന്റ് അടിച്ച് കവറപ്പ് ചെയ്തിട്ട് പിന്നെ ആ പർട്ടിക്കുലർ മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്യൂ വരുന്നില്ല. പിന്നെ അതുപോലെ ചില്ല്
ചില്ല് നമുക്ക് പണ്ട് മുതലേ ആൾക്കാർ ചെയ്യുന്നുണ്ട് എന്ന് വെച്ചിട്ടാകുമ്പോൾ ചില്ല് പൊടിച്ചിട്ട് വളകളും കുപ്പികളുകളും മറ്റുള്ള സാധനങ്ങളൊക്കെ ആക്കണം, രൂപങ്ങളൊക്കെ ആക്കുക. അപ്പം നമുക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ അവരൊക്കെ വെർജിൻ ചില്ലുകളാണ് എടുക്കുന്നത്. ഇപ്പം എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. നമ്മളൊരു വേസ്റ്റ് ഒരു കമ്പനി തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ചില്ല് പൊടി ഉണ്ടാവും. ആ ചില്ലുപൊടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ ചെയ്യും. ഇനി ചില്ല് കുപ്പിച്ചില്ലുകൾ ഒത്തിരി വരുന്ന ഒരു പഞ്ചായത്തോളം ഏരിയകളുണ്ടെങ്കിൽ അവിടെ ഈ കുപ്പിച്ചില്ലിനെ മാത്രം എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇവർക്ക് ഇപ്പോൾ അൾട്ടിമേറ്റ്ലി ചില സമയത്ത് ഫുഡ് വേസ്റ്റും വരാം. എല്ലാ പഞ്ചായത്തുകൾക്കും എല്ലാ പ്രോസസ്സും ചെയ്യണമെന്നില്ല. ആ ഫുഡ് വേസ്റ്റും ഞങ്ങൾക്ക് വളമാക്കി മാറ്റാൻ ടെക്നോളജി, അത് നമ്മുടെ കൃഷി വകുപ്പും മറ്റുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡുകാരൊക്കെ ഒക്കെ ചെയ്ത സാധനമുണ്ട്. ആ സാധനം കൂടെ അതിൻ്റെ കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പഞ്ചായത്തിൻ്റെ പേരിൽ ആ പർട്ടിക്കുലർ പഞ്ചായത്തിൽ ഒരു രീതിയിലുള്ള വേസ്റ്റ് ഉള്ള ഇഷ്യൂയും വരുന്നില്ല. അതും നോമിനൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെന്റിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ. ഇപ്പോൾ ഈ ഒറാങ്ങോട്ടാൻ ബ്രിക്ക് ഇപ്പോൾ ഈ ഡിസൈനൊക്കെ പറഞ്ഞ രീതിയിൽ മോൾഡ് ചെയ്ത് ചെയ്യാൻ പറ്റും, അത്രത്തോളം ഫ്ലെക്സിബിൾ. ഈവൺ ഞങ്ങൾക്ക് ഇപ്പോൾ സീലിംഗ് ടൈല് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എന്ത് ദാനം ചെയ്താകുമ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് റീസൈക്കിൾ സാധനമാണെങ്കിൽ അതിന് പർട്ടിക്കുലർ പ്ലാസ്റ്റിക് എയറുമായിട്ട് ടച്ച് വരാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കോട്ടിങ് കൊടുക്കണം. ഒന്നുകിൽ പൗഡർ കോട്ടിങ് കൊടുക്കണം, അല്ലെങ്കിൽ പെയിന്റ് കോട്ടിങ് കൊടുക്കണം. അത് നല്ല ഹെവി തിക്ക് കോട്ടിങ് കൊടുക്കണം. ഇല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ഇതിനെ കൊണ്ട് കാര്യമില്ല. മീൻസ് ഞങ്ങളുടെ കൺസെപ്റ്റ് എന്താണ്, മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ ഇഷ്യൂ ഒഴിവാകുന്നുള്ളതാണ്. ഇപ്പോൾ കോട്ടിങ് കൊടുക്കാതെ ചെയ്തിട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേർ ബ്രിക്കാക്കി വെച്ചിട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വേർ ആൻഡ് എയറിലും മറ്റുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, ടെമ്പറേച്ചർ മാറുമ്പോഴൊക്കെ ഇതിന് എക്സ്റ്റൻഷനും എക്സ്ട്രൂഷനും വരും. ആ സമയത്ത് ഇത് മൈക്രോ പ്ലാസ്റ്റിക് ആയിട്ടും ഗ്രാജുവലി വരും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾ ബ്രിക്ക് ആക്കി സെലക്ട് ചെയ്തത്. ബ്രിക്ക് ബിൽഡിംഗ് പണിതാൽ എന്തായാലും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും. പിന്നെ ആ പർട്ടിക്കുലർ ഇതുകൊണ്ട് ഇഷ്യൂ ഇല്ല. ബ്രിക്സിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിൽ ഇപ്പോൾ റിട്ടൻഷൻ വാൾസിനെ പറ്റി പറഞ്ഞു, അതായത് ഈ ഹെവി ഫ്ലോ വാട്ടറുള്ള അവിടെ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൂടാതെ തന്നെ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിനെ കോംപ്ലിമെന്റ് ചെയ്യുന്ന തരത്തിലുള്ള വേറെ ഏതെങ്കിലും പ്രൊഡക്ട്സ് പൈപ്പ് ലൈനിലുണ്ടോ, പ്ലാനിലുണ്ടോ? ഇല്ല, ബ്രിക്കിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് റിട്ടൻഷൻ വളമാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത്. പിന്നെ ഈ ഫോൾ സീലിംഗ് ഷീറ്റുകൾ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ വെച്ചാൽ മിക്ക ഓഫീസും ഫോൾ സീലിംഗ് ചെയ്യണ തെർമോക്കോളുണ്ടാകും. അതൊരു ചെറിയൊരു 60-70 ഡിഗ്രി ടെമ്പറേച്ചർ തന്നെ കത്തിപ്പോവും. അപ്പോൾ അതിന് ബദലായിട്ട് നമ്മുടെ ഈ അവിടുത്തെ ഞങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് പ്ലാസ്റ്റിക് എടുത്ത് മറ്റൊരു സ്ഥലത്ത് കൊടുത്ത് ചെയ്യാനല്ല. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഞങ്ങൾക്കൊരു പ്രൊജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ മിഷനറി ഇൻസ്റ്റാൾ ചെയ്ത് മിഡിൽ ഈസ്റ്റിലെ പ്ലാസ്റ്റിക് അവിടെ തന്നെ റീസൈക്കിൾ ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളായി ചെയ്ത് കൊടുക്കാനുള്ള കൺസെപ്റ്റാണ് ഞങ്ങൾ നോക്കണത്. ഇപ്പോൾ ബയോമാർട്ടിനൊരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഫ്രെയിം വർക്ക് ഉണ്ട് എന്ന് വെബ്സൈറ്റിൽ കാണാൻ പറ്റി. എന്താണ് ഈ ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഫ്രെയിം വർക്ക്? അതുകൂടാതെ ഇപ്പോൾ അത് അർബൻ ആയിട്ടുള്ളതും റൂറൽ ആയിട്ടുള്ളതും എല്ലാവരുടെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഫ്രെയിം വർക്ക് ആണോ? എനിവെയർ ഇൻ ദ വേൾഡ്, ഈവൺ അന്റാർട്ടിക്കയിൽ വേണമെങ്കിലും ചെയ്യാം. ഈവൺ നമ്മൾക്ക് എന്താ പറയുക, അമേരിക്കയിൽ എവിടെയാണെങ്കിൽ എനിവെയർ മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിലും ശരി, റിമോട്ട് ഏരിയ ആണെങ്കിൽ ശരി, എവിടെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഇഷ്യൂസ് ഉള്ളത് അവിടെ നമുക്ക് ഈ സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഈ ഫ്രെയിം വർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ആ രീതിയിലാണ് ഞങ്ങൾ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചില പഞ്ചായത്തിൽ കുറച്ച് ക്വാണ്ടിറ്റി വേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ചെറിയ ക്വാണ്ടിറ്റി വേസ്റ്റിനുള്ള ഇൻസ്റ്റലേഷൻസ്, അപ്പോൾ അവരുടെ എക്സ്പെൻസും കുറവാണ്. ചില ഏരിയയിൽ ഹെവി ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ പർട്ടിക്കുലർ ഏരിയയിൽ എത്ര വോളിയം ഉണ്ടോ അത്രയും വോളിയം അത്ര കാലം കൊണ്ട് റീസൈക്കിൾ ചെയ്ത് മാറ്റണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓരോ ഇൻഡിവിജ്വൽ പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കൂടാതെ ബയോമാർട്ടിന് ഗാർബേജ് ആൻഡ് ട്രാഷ് അനാലിസിസ് എന്നൊരു പരിപാടിയും കൂടി ഉണ്ടെന്ന് വെബ്സൈറ്റിൽ കാണാം. അപ്പോൾ അതിന്ന് എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ പറ്റിയിട്ടുണ്ടായിട്ടുണ്ടോ? അതായത് ഇപ്പോൾ ഒരു ട്രാഷും വേസ്റ്റും ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പൊതു സ്വഭാവത്തിനെ പറ്റിയുള്ള എന്തെങ്കിലും ഒരു അത് എന്താ വെച്ചാൽ അതിനെ കുറിച്ച് യാതൊരു ഗൈഡ് ലൈനും ആർക്കും ഇല്ല. ഓക്കെ, കുറെ വേസ്റ്റ് ഇവിടെ നിന്ന് എടുത്ത് അപ്പുറത്തിട്ട് ആരും കണ്ടില്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലിട്ട് അങ്ങനെയാണ് നമ്മുടെ കൾച്ചർ വന്നിരിക്കണം. ആ കൾച്ചർ നമ്മൾ മാറ്റണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ സ്മാർട്ട് ബിൻ സിസ്റ്റം ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്കമിങ് പ്രോഡക്റ്റ് ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ഒരു 10-20 വർഷം മുന്നേ നമ്മുടെ പബ്ലിക് ഏരിയയിൽ പോയി ഏതൊരാളും സിഗരറ്റ് വലി ഇഷ്യൂ ആണ്, ബസ്സിലാണെങ്കിൽ എവിടെയാണെങ്കിലും. അങ്ങനെ പബ്ലിക് ഇൻവോൾവ്മെന്റ് വന്ന്, നമ്മുടെ സോഷ്യൽ ഇൻവോൾവ്മെന്റ് വന്ന്, പോലീസുകാർ അതിൽ ഇൻവോൾവ് ചെയ്ത്, മിനിസ്ട്രി ഇൻവോൾവ് ചെയ്ത്, അങ്ങനെ വർഷങ്ങൾ എടുത്തിട്ട് ആ പബ്ലിക് സ്മോക്കിംഗ് എന്നുള്ള സിസ്റ്റം ഒഴിവായി. ഇപ്പൊ 100% ഇല്ല. ആരെങ്കിലും വലിക്കുന്നതിന് ആരും കാണാതെ വലിക്കുന്നുണ്ട് എത്ര. പക്ഷെ അതുകൊണ്ട് തന്നെ എന്താ വെച്ചിട്ടാകുമ്പോൾ ആ സിസ്റ്റം കൂടെ മാറി, ആ കൾച്ചർ അങ്ങനെ മാറി, ഹെൽത്ത് ഇമ്പ്രൂവ് ആയി. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു സിസ്റ്റം, ഒരു കൾച്ചർ ഞങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇംപ്ലിമെന്റ് ചെയ്യാന്നേ ഉള്ളൂ. ഇപ്പോൾ 100% കേരളം 100% സാക്ഷരതയെന്ന് വെച്ചാൽ പണ്ട് കൊച്ചിയിലുള്ള കുറച്ച് ചെറുപ്പക്കാർ 85-85 തോന്നുന്നു കൊണ്ടുവന്നിട്ട് അവർ കുറച്ച് ആൾക്കാരെ, പിന്നെ വയസ്സായ ആൾക്കാരെ കൊണ്ടുവന്ന് അവരെ അക്ഷരം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചൊരു
കൾച്ചർ അവർ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു പബ്ലിക്കിന്. പിന്നെ അന്നത്തെ മിനിസ്ട്രി അതിനെ ഓൾ കേരള ആക്കിയിട്ട് ഞാനൊക്കെ ഒത്തിരി നമ്മുടെ നാട്ടിൽ ഞങ്ങൾ കണ്ണൂർ ഗ്രാമത്തിലാണ്, ഒത്തിരി അപ്പൂപ്പന്മാര് അമ്മൂമ്മമാര് അവരൊക്കെ നമ്മൾ പഠിപ്പിച്ച് ഒപ്പിടാനൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്, പേര് എഴുതാനൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു കൾച്ചറാണ്. അതുപോലെ നമുക്ക് ഈസിയായിട്ട് കൾച്ചർ കൊണ്ടുവരാം. ആ കൾച്ചർ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു പഞ്ചായത്ത് ഒരു നോഡൽ പഞ്ചായത്താക്കി എടുത്ത് ആ പഞ്ചായത്തിൽ ഞങ്ങൾ ഉദ്ദേശിക്കേണ്ട ഇത് പഞ്ചായത്തിന്റെയും സർക്കാരിന്റെയും പിന്നെ നമ്മുടെ കോമൺ സൊസൈറ്റിയുടെയും ഇൻവോൾവ്മെന്റോടെ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആക്കി കാണിച്ചാൽ അതേഴ്സ് വിൽ ഫോളോ. അതാ ഉദ്ദേശം. അപ്പൊ ആ സിസ്റ്റം നമ്മൾ ചെയ്ത് ഇപ്പൊ ഞാനിപ്പം കുറെ വാദോരാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ട് ചിലവർ വീഡിയോ ഫുൾ കാണും, ചിലർ വീഡിയോ ഫുൾ കാണില്ല. അതുകൊണ്ടല്ല കാര്യം, നമ്മളത് പ്രാക്ടിക്കലി ചെയ്ത് കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പഞ്ചായത്ത് റെഡി ആണെങ്കിൽ വി ആർ റെഡി ടു ഇംപ്ലിമെന്റ്. ഈ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ ബാക്കി വേസ്റ്റുകൾ അതും ഒരു വേറൊരു പ്രോഡക്റ്റ്. അത് ഇനിയുള്ള വലിയ ഇഷ്യൂ. ഈ വേസ്റ്റ് ഞങ്ങൾക്ക് ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാം. അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാനുള്ള പ്ലാനുകൾ എന്തെങ്കിലും പൈപ്പ് ലൈനിലുണ്ട്. കാരണം നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് നമ്മൾ പ്രോസസിംഗ് ഒക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വരും. അതിനെല്ലാറ്റിനും നമുക്ക് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ ഇതുവരെയുള്ള ഒരു ജേണിയിൽ നമുക്ക് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം, ഒരു സ്റ്റോറിയോ ഒരു ഓർമ്മയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മളോട് ഷെയർ ചെയ്യാൻ പാകത്തിൽ? മറക്കാൻ പറ്റാത്ത സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാനിപ്പം കുറേ ട്രാവൽ ചെയ്തിട്ടുണ്ട്, 10-22 രാജ്യങ്ങൾ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പം ഞങ്ങൾ ഈ കടലിൻ്റെ അടിയിൽ സ്പീഷീസ് നമ്മുടെ എന്താണ് പവിഴപ്പൂറ്റുകളൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചാൽ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നല്ല ക്ലീൻ, പ്രത്യേകിച്ച് കിഷ ഐലൻഡിലൊക്കെ വെച്ചിട്ട് നല്ല ക്രിസ്റ്റൽ ക്ലീൻ ഇതാണ്. ചില ഏരിയയിൽ എത്തിക്കഴിഞ്ഞിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെളി പിടിച്ചിട്ടുണ്ടാവും. ആ ചളി പിടിച്ച സ്ഥലത്ത് ഇറങ്ങിയിട്ട് എടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ ഒന്നുകിൽ ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സോ അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പ്ലേറ്റോ ഉണ്ടാവും. അപ്പോൾ ഒരു വലിയ ക്ലീൻഡ് ഏരിയക്കകത്ത് ഒരു ചെറിയൊരു വൺ ടൈം യൂസ് പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു അറൗണ്ട് ഒരു 1 സ്ക്വയർ മീറ്റർ ഏരിയ ആണ് കണ്ടാമിനേറ്റ് ആവുന്നത്. അവിടെ ഒരു സാധനം അവിടുത്തെ പവിഴപ്പുറ്റുകളോ അവിടുത്തെ സ്പീഷീസ് എല്ലാം നശിച്ചു വരണം. ഞാൻ പറഞ്ഞ 20 കൊല്ലം മുമ്പ് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യമാണ്. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവ് അങ്ങനെ മനസ്സിലിട്ടു. പിന്നെ പല കാര്യങ്ങളും ചെയ്തു. അങ്ങനെ ഫൈനലിയാണ് ഇത് വന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റം വന്നിട്ടാകുമ്പോൾ നമ്മുടെ കായലും കടലും എല്ലാം നമുക്ക് ക്ലീനാക്കി കൊണ്ടുവരാം. ഈ പറഞ്ഞ ഞങ്ങൾ ഫ്രണ്ടിലിരിക്കുന്ന തോട് തന്നെ ഇഷ്ടംപോലെ പ്ലാസ്റ്റിക് ഉണ്ടാവും. പഞ്ചായത്തിനൊന്നും ചെയ്യാൻ പറ്റും. ഇതെടുത്തിട്ട് എന്ത് ചെയ്യും? ഇതെടുത്തിട്ട് ഒന്ന് കരക്കിട്ട് കഴിഞ്ഞാൽ രണ്ടാമത് കലയിൽ പോകും. പിന്നെ വേറെ റീസൈക്ലിംഗ് പ്രൊസീജിയർ ഇല്ല, പ്രോസസ് ഇല്ല. അപ്പോൾ അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റീസൈക്ലിംഗ് പ്രൊസീജിയർ ഞങ്ങൾ പഞ്ചായത്തിലെ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്റിക് തീരും. അപ്പം മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ എടുത്തു കൊണ്ടുവരും. അതായത് അപ്പോൾ ഓരോരോ തീം ഓരോ കൺസെപ്റ്റിൽ ഇപ്പം ഇന്ന് പഞ്ചായത്ത് ഇത് തീരുമാനിക്കുന്നത് ഇന്ന് ഈ ഏരിയയിലുള്ള ഊജാലുകൾ മുഴുവൻ ക്ലീൻ ചെയ്ത് പ്ലാസ്റ്റിക്കുകൾ മുഴുവൻ പെറുക്കി കൊണ്ടുവന്നിട്ടാകുമ്പോൾ അത് ഞങ്ങൾ റീസൈക്കിൾ ചെയ്ത് കട്ടാക്കി മാറ്റി. പിന്നെ പബ്ലിക് റോഡുകളുണ്ടാവും. അങ്ങനെ മൊത്തം ക്ലീനാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ പബ്ലിക്കിന് അറിയാം. പിന്നെ പുതിയതല്ല, നാളെ മുതൽ വരാവുന്ന പ്ലാസ്റ്റിക് അതൊരു പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു ബിന്ന് വെച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു മാസത്തിൽ ഒരു തവണ കളക്ട് ചെയ്യാൻ സിസ്റ്റം ആയി കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വീടിനോ ആ പർട്ടിക്കുലർ വാർഡിനോ ആ പർട്ടിക്കുലർ പഞ്ചായത്തിനോ പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുള്ള ഇഷ്യൂ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് നമ്മൾ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇപ്പൊ ഈ ഇഷ്യൂവിന്റെ നല്ലൊരു വിഭാഗം അല്ലെങ്കിൽ നല്ലൊരു പോർഷൻ പൊതുജനങ്ങളുടെ ബിഹേവിയറിന്റെ ഒരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. നമ്മളിപ്പോ പറഞ്ഞ പോലെ തോട് ക്ലീൻ ചെയ്താലും പ്ലാസ്റ്റിക് എടുത്ത് വെളിയിലിട്ടാലും വീണ്ടും പിറ്റേ ദിവസം വീണ്ടും നമുക്ക് പുതിയ പ്ലാസ്റ്റിക് ആണ്, വീണ്ടും അതിലേക്ക് തന്നെ തള്ളുന്ന ഒരു സ്വഭാവം. അപ്പൊ ഇതിനെയും നമ്മൾ ടാക്കിൾ ചെയ്യേണ്ട ഒരു കാര്യം. ടാക്കിൾ ചെയ്യണം. അത് ഞാൻ പറഞ്ഞ സ്മോക്കിംഗ് സിസ്റ്റം ആ കൾച്ചർ മാറ്റിയതുപോലെ ഇതിനെ മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അതെ അതെ, അതൊരു ഗവൺമെന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് പബ്ലിക് ഇൻവോൾവ് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് മാറ്റാം. ഇപ്പൊ ആരാ പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കണം? ഭയങ്കര കുറവ് ഒളിഞ്ഞതിൽ. അതുപോലെ നമുക്ക് കൊണ്ടുവരാം. ഇപ്പൊ പബ്ലിക് സാനിറ്റേഷൻ പണ്ട് വെച്ചിട്ട് പബ്ലിക്കിലാണ് ഇത് ചെയ്യണം. ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? അതെ, ഗവൺമെന്റും പബ്ലിക് എല്ലാം ഇൻവോൾവ് ചെയ്ത സിസ്റ്റം കൊണ്ടുവരും കൾച്ചർ. അതുപോലെ ഇതിനെയും നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുവരാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഇഷ്യൂസിനെ ടാക്കിൾ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് കേരള ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അവിടെ നിന്നൊക്കെ കിട്ടിയ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതികരണം അതൊക്കെ എങ്ങനെയുള്ളതായിരുന്നു? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഞങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് ഞാൻ പറഞ്ഞത് ആ റിട്ടൻഷൻ വാളിന്റെ ഒരു ഐഡിയ കൊടുത്തപ്പോൾ അവിടുത്തെ ഫാബ് ലാബിലെ കുട്ടികളാണ് എനിക്കത് ചെയ്തുന്നത്. അതിന്റെ ടെക്നിക്കൽ സൈഡ് അതിന്റെ പ്രഷർ സൈഡ് ഒക്കെ അവരെന്നെ ചെക്ക് ചെയ്ത് സംഗതി ചെയ്തിട്ടാണ് എനിക്ക് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. പിന്നെ സസ്റ്റൈനബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും സ്റ്റാർട്ടപ്പ് ഞങ്ങളെ അറിയിക്കും, ആ ഒരു കോമ്പറ്റീഷന് വിളിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ /D എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ, നമ്മുടെ ഹെഡ് സ്റ്റാർട്ടുകാരുടെ. അവരത് വിളിച്ചു, ഞങ്ങളെ കൊണ്ടുപോയി കോമ്പറ്റീഷനിൽ പങ്കെടുപ്പിച്ചു. എന്നിട്ട് വൈബ്രൻറ്റ് സ്റ്റാർട്ടപ്പ് ഓഫ് 2024 എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു. ഞങ്ങൾ നമുക്ക് അവരെ രീതിയിൽ അവരെ കൊണ്ട് ഓരോ സ്റ്റാർട്ടപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ ഏജൻസികളുണ്ട്. ഇപ്പം ടി ഹബ് ഉണ്ട്, പിന്നെ അതുപോലെ ഹെഡ് സ്റ്റാർട്ട് ഉണ്ട്, /D അങ്ങനെ, പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, പിന്നെ വധാവനി ഫൗണ്ടേഷൻ. ഇവരൊക്കെ വെച്ചിട്ടാകുമ്പം ഈ ഒരു പ്രോജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പ്രോജക്റ്റിലെ
എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുവരാം, അതിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ച് നിങ്ങൾ ആദ്യം പഠിപ്പിച്ചു, ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ തുടക്കത്തിൽ നമുക്ക് ഇറിറ്റേറ്റഡ് ആയിട്ടുണ്ട് എന്തുകൊണ്ട്, പക്ഷേ ആ ചോദ്യമാണ് നമുക്ക് കിട്ടുന്ന റിസൾട്ട്. മീൻസ് നമ്മൾ അത് ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റ് പക്കയായി. അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും പോസിറ്റീവായിട്ടുള്ള ചോദ്യങ്ങളാണോ നെഗറ്റീവായിട്ടുള്ള ചോദ്യം എന്തിൻ്റെ പേരിലാണെങ്കിൽ ശരി, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് എന്നെ ലെവൽ വെച്ച്. ഞാൻ ഈ സ്മാർട്ട് ബിറ്റിൻ്റെ കാര്യം പറഞ്ഞ സമയത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവിടെ കൊണ്ടുവരുന്ന പറഞ്ഞപ്പോൾ സ്റ്റാർട്ടപ്പുള്ള ഒരാൾ എന്നെ കളിയാക്കി. എന്താ ഒരു വട്ടം എൻ്റെ അടുത്ത് ഞാൻ ഒന്ന് ട്രോൾ ചെയ്തോട്ടെന്ന് വെച്ചു. ഒരു വട്ടം വന്നിട്ടുണ്ട് മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേസ്റ്റ് മാനേജ് കൊണ്ടുവരുന്നത്. പക്ഷേ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ഏരിയയാണ്, ഏറ്റവും ആവശ്യമുള്ള ഏരിയയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. കാരണം അവിടെ ടാക്കിളിങ്ങിന് പ്ലാസ്റ്റിക്കിന് ഒരു പ്രത്യേക ഏത് തരം പ്ലാസ്റ്റിക്കിനും ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി ഉണ്ട്, പർട്ടിക്കുലർ എൻറ്റിറ്റി ഉണ്ട്. ആ എൻറ്റിറ്റിനെ ടാക്കിൾ ചെയ്യാൻ ഈസിയാണ് AI ഉപയോഗിച്ചിട്ട്. എത്ര ഈസി നമ്മൾ പറയണത്ര ഈസി അല്ല, ബട്ട് മറ്റുള്ള ഏരിയയിൽ ചെയ്യുന്നതിനെക്കാട്ടിയും കുറേ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ സ്മാർട്ട് ബിറ്റിൻ്റെ കാര്യങ്ങളും. അപ്പോൾ ആ ട്രോള് എനിക്ക് വല്ലാണ്ട് ആദ്യം ഹേർട്ട് ചെയ്തെങ്കിലും കൂടി അതിനൊരു സൊല്യൂഷൻ കാണണമല്ലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ബേസ്മെന്റിന്റെ പ്രോസസ്സിങ് തുടങ്ങിയത്. പക്ഷെ അത് ടൈം എടുക്കും, ഒരു വർഷം എടുക്കും. കാരണം പല സെൻസേഴ്സ് ഉണ്ട്, പല പ്രോഗ്രാംസ് ഉണ്ട്, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് വി വിൽ ഇംപ്ലിമെന്റ് ഇറ്റ്. അതാണ് ഇപ്പൊ ഈ എയുടെ കാര്യം പറയുമ്പോഴേ AI ബൂമിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പ്രതീക്ഷിക്കുക. പെട്ടെന്നാണ് ഒരു സമയം കൊണ്ട് പെട്ടെന്ന് ഈ ChatGPT വന്നതോടെ AI പെട്ടെന്ന് എത്രത്തോളം വളർന്നു എന്നുള്ളൊരു ഷോക്ക്, ഒരു ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് കൂടെയായിരുന്നു ഈ ഒരു വളർച്ച. അപ്പോ ഈ AI കാരണം പല ടെൻഷൻസും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഈ ഒരു സീരീസിന്റെ പ്രധാന ഫോക്കസുകളിലോ ഇതും ഒരു ഭാഗമാണ്. കാരണം AI കൊണ്ട് പല സ്കെപ്റ്റിസിസം AIക്കെതിരെ ഉണ്ട്. AI കാരണം പല ജോലികളും ഇപ്പോൾ നമ്മളത് കണ്ടിട്ടുണ്ട്. ജോലികൾ പോകുന്നത് മാത്രമല്ല, ഞങ്ങളെ മടിമാരാക്കും, നമ്മളെ മടിമാരാക്കും, നമ്മൾ ഒന്നുമില്ലാത്തവരാക്കി മാറ്റും. കാരണം നമ്മുടെ ചിന്തിക്കാനുള്ള, ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു ലെറ്റർ എഴുതണം, നോർമലി ഞാൻ ആലോചിച്ച് പിടിച്ച് സംഗതി ലെറ്റർ എഴുതണം, നമ്മുടെ ChatGPT പോയി കഴിഞ്ഞാൽ 1.5 മിനിറ്റ് കൊണ്ട് സംഗതി കിട്ടി. അത് എന്താണെന്ന് വായിച്ചു നോക്കൊന്നും ചെയ്യേണ്ട, നേരം കൂടെ പോസ്റ്റ് ചെയ്യും. അതൊരു നെഗറ്റീവാണ്, പക്ഷെ പോസിറ്റീവ് സൈഡും ഉണ്ട്. അതെ, അപ്പൊ അതാണ്. അപ്പോൾ ഇപ്പൊ തന്നെ പല ജോലികളും റിഡൻഡന്റ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ പലരുടെയും ജോലി പോകുന്നത്. അതായത് ഒരേ ടൈപ്പ് ജോലിക്ക് നമുക്ക് ഒരാൾ മതി, ബാക്കി AI ചെയ്യും. ഇപ്പൊ പലതിനും AI റീപ്ലേസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും AI കൊണ്ട് ഇങ്ങനെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉള്ള ഒരു മേഖലയിൽ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അവിടെയാണ് കാരണം സസ്റ്റൈനബിലിറ്റി ഇൻഡസ്ട്രിയിൽ ആൾക്കാരില്ല. ഇപ്പൊ വേസ്റ്റ് മാനേജ്മെന്റ് ഒരു ജോലി ഇല്ലെങ്കിലും റോട്ടിലിരുന്നിട്ട് വേസ്റ്റ് വെറുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള പണിക്ക് ഒരാൾ പോകത്തില്ല. പക്ഷെ അവിടെ AI കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് പിന്നെ ഭയങ്കര ഹെൽത്തി ആയിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഇതാണ് AI, ആർട്ടിഫിഷ്യൽ വേസ്റ്റ് മാനേജ്മെന്റിൽ, സസ്റ്റൈനബിലിറ്റിയിൽ. അവിടെ ഭയങ്കര ഹെവി ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, സ്കോപ്പ് ഉണ്ട്, നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അത് വലിയൊരു റെവല്യൂഷനാവും, അടുത്ത തലമുറക്ക് ഒരു വലിയൊരു ഗുണമായി മാറും. ഇപ്പോൾ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സസ്റ്റൈനബിൾ സൊല്യൂഷൻസ് ആയിട്ട് അല്ലെങ്കിൽ അത്തരം പ്രൊജക്റ്റുകളായിട്ട് അല്ലെങ്കിൽ ഐഡിയാസ് ആയിട്ട് കുറെ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ചില ഇൻഡിവിജ്വൽസ് ഒക്കെ ഇപ്പോൾ നിറയെ വരുന്നുണ്ട്. കാരണം നമ്മുടെ ലോകത്തിന്റെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം ഈ നമ്മുടെ റിസോഴ്സസ് ഒക്കെ നിലനിർത്തുക, ഭാവി ഫ്യൂച്ചർ ജനറേഷൻസിനും ഇതൊക്കെ ഉപയോഗിക്കാൻ, നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല, ഇതൊക്കെ നിലനിർത്തുക എന്നുള്ളത് ലോകത്തിന്റെയും കൂടെ ഒരു ആവശ്യം. ഇത്തരം ഐഡിയാസ് ആയിട്ട് വരുന്ന ആളുകളോടോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റികളോടോ പുതിയ സ്റ്റാർട്ടപ്പുകളോടോ എന്തെങ്കിലും ഒരു അഡ്വൈസോ ഒരു ഉപദേശമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഗൈഡൻസ് കൊടുക്കാണ്ട് എന്താണ് അവരോട് പറയാനുള്ള വെച്ചിട്ടാകുമ്പോൾ, എൻ്റെ അനുഭവം വെച്ച് ഈ ഒരു സസ്റ്റൈനബിലിറ്റി പ്രോജക്റ്റിലേക്ക് വന്നിട്ടാകുമ്പോൾ 100% നെഗറ്റീവ് സൈഡ് ഉണ്ടാവുള്ളൂ. എല്ലാ സൈഡും നെഗറ്റീവ്സ് ഉണ്ടാവും, ചാലഞ്ചസ് ഒത്തിരി ഉണ്ട്. അത് കണ്ണടച്ച് ഫേസ് ചെയ്യുക. ഞങ്ങൾ ജനിച്ച് വീണ സമയത്ത് ഞങ്ങൾ നടക്കാൻ പഠിച്ചിട്ടില്ല. എത്രയോ തവണ വീണിട്ടാണ്. നല്ല ക്ഷമ വേണം, പിന്നെ ഒരു ഡെഡിക്കേഷനാണ്. ക്ഷമയും ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ സസ്റ്റൈനബിലിറ്റി പ്രോജക്റ്റിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ടൈം എടുക്കും. നമ്മളിപ്പം നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആപ്പ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ആപ്പ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ഇതൊക്കെ ചെയ്യുന്ന അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ വൺസ് ഒന്ന് ട്രാക്കിലായി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ എവറിബഡി. ബെറ്റർ വേൾഡ് വേണ്ടിയുള്ള മൂവ്മെന്റ് ആണ്. ഇപ്പൊ ഞങ്ങളിപ്പോ എനിക്കിപ്പോ ഞാൻ ഇതിൽ ചെയ്യുന്ന എല്ലാവരും ബട്ടൺ എന്ന് പറഞ്ഞ് നടക്കുന്നത് ശരിയാണ്, കളിയാക്കലൊക്കെ ഉണ്ട്. എൻ്റെ എനിക്കിപ്പോൾ റവന്യൂ ഇല്ല. ഞാൻ റവന്യൂവിന് വേണ്ടിയിട്ട് ഞാൻ കോട്ടൺ ബാഗ്സ്, പ്ലാസ്റ്റിക്കിന് ബദലായിട്ട് കോട്ടൺ ബാഗ്സ്, എവിടെയൊക്കെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന കോട്ടനെ കൊണ്ട് ഞങ്ങൾ പിന്നെ ഫാഷനബിൾ ആയിട്ടുള്ള ബാഗുകൾ കൊടുത്ത് ഒരു റെവല്യൂഷൻ കൊണ്ടുവരാനാണ് നോക്കണേ. കാരണം അത് ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കുട്ടികൾ സ്കൂൾ ബാഗുകൾ മിക്കത് റെക്സീൻസും പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ അതിനെ കോട്ടനെ കൊണ്ട് റീപ്ലേസ് നല്ല ഭംഗിയുള്ള സാധനങ്ങളാക്കി വെക്കുമ്പോൾ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആവും, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അൾട്ടിമേറ്റ്ലി നമുക്ക് റവന്യൂ ഉണ്ടാവും. ആക്ച്വലി റവന്യൂ അതിൽ തുച്ഛമായ റവന്യൂ ഇപ്പം കോട്ടൺ ബാഗിൽ നിന്ന് കിട്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ റവന്യൂ ഉണ്ടോ, ഈവൻ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ഇൻകം അടക്കം ഈ നമ്മുടെ സസ്റ്റൈനബിലിറ്റി പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് കൊണ്ടിരിക്കുക. കാരണം ഐ എം ഡാം ഷുവർ ദാറ്റ് വൺ ഡേ ഇറ്റ് വിൽ ക്ലിക്ക്.
അതിന് വേണ്ടിയുള്ള ക്ഷമ, അത്രയും ക്ഷമയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിബഡി ക്യാൻ എന്താ സസ്റ്റൈൻ ഇൻ സസ്റ്റൈനബിലിറ്റി പ്രോജക്റ്റ്. ബയോമാർട്ടിന്റെ സൊല്യൂഷൻസ് ഒക്കെ വലിയൊരു വിജയമാവട്ടെ. ആ. ഇതുപോലെ പല പ്രോജക്റ്റുകളായിട്ട് പലർക്കും വരാനുള്ള ഒരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ബയോമാർട്ടിനെ കൊണ്ട് സാധിക്കട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.